ഹലോ ഗൈസ്, ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാൻ വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ആമസോൺ ഡെലിവറി വന്നത്. ഞങ്ങൾ എടുക്കുന്നതിന് മുന്നേ അത് ആരോ മോഷ്ടിച്ചേച്ചും പോയി കേട്ടോ. കാര്യം ഞങ്ങൾ ഡെലിവറി സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല, ഞങ്ങൾ പുറത്തായിരുന്നു. ആ സമയത്താണ് ഡെലിവറി ചെയ്തത്. ബിഗ് പാഴ്സലായിരുന്നു അത്. നമ്മൾ സാധാരണ അവർ ചെയ്യുന്ന ഒരു ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലീവ് ചെയ്തേച്ചും പോയി. ഇതിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. നമ്മുടെ നെയ്ബർ വന്നേച്ചും പറഞ്ഞു ഏതോ ഒരു പെണ്ണ് വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്നൊരു ബോക്സ് എടുത്തിട്ട് പോകുന്നത് കണ്ടെന്ന്. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ റിങ്ങിൻ്റെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിലും അത് സബ്സ്ക്രിപ്ഷൻ തീർന്നിരിക്കുമായിരുന്നു. അപ്പം നമ്മൾ അത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്യാമറയിലൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പം നമ്മൾ ആമസോണിനെ കോണ്ടാക്ട് ചെയ്തു, കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അത് നമുക്ക് അവർ റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയ ഡെലിവറി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം ഇപ്പം കുറേ ഇങ്ങനെ കേസുകൾ വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഇപ്പം കുറേ ആയിട്ട് ആമസോൺ ഡെലിവറി വാനെ ഇങ്ങനത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ ഡെലിവറി വാനെ ഫോളോ ചെയ്ത് അവർ നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പം വീട്ടിലെ ആൾക്കാരുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാർസൽ അകത്തോട്ട് നമ്മൾ എടുക്കുമല്ലോ. അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തൊക്കെ പോയേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ ലീവ് ചെയ്യാറേ ഉള്ളൂ അവർ. അപ്പം അങ്ങനെ 2-3 വട്ടം വണ്ടി ഓടിച്ച് അവർ വന്ന് ഒന്ന് മോണിറ്റർ ചെയ്യും, ഇത് ആളുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം തക്കം നോക്കി അവർ പെട്ടെന്ന് പാർസൽ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഇപ്പം പോരാത്തതിന് വിൻ്റർ ആണല്ലോ, ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവും, മഞ്ഞും തണുപ്പും ഒക്കെയാണ്. ആമസോണിലെ എല്ലാ ബിസിനസ്സും നമ്മൾ പറയുമ്പോഴത്തേനും ഇങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നില്ല സാധനം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. ഇതിപ്പം 60 പൗണ്ടിൻ്റെ ഒരു വലിയ പാർസലായിരുന്നു ആക്ച്വലി. അതാണ് എടുത്തുകൊണ്ട് ഓടിപ്പോയത്. അപ്പം ജസ്റ്റ് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.